സ്വർണ്ണക്കള്ളക്കടത്തുകാരെ ആര് സഹായിക്കുന്നു? മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അൻവർ. ജനങ്ങൾ വിശ്വസിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1.5 കൊല്ലം ജയിലിലായിരുന്നു ഇതേ കേസിൽ. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിക്കുന്നതെന്നാണ് CPMന്റെ MLA പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ്. തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു കേവലമായ മറുപടിയിലൂടെ ഇതിന് പരിഹാരം കാണാൻ സാധിക്കില്ല. ആരോപണം തെറ്റാണെങ്കിൽ അൻവറിനെതിരെ കർശനമായ നടപടിയെടുത്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് അത് നിയമ നടപടി സ്വീകരിക്കണം. ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാധാരണ പൗരനെതിരെയല്ല, സംസ്ഥാനത്ത് നിയമവാഴ്ചയുടെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി വഹിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപകീർത്തികരം എന്ന് മൈക്കിന് മുമ്പിൽ പറഞ്ഞാൽ പോരാ. ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നിയമസഭയ്ക്ക് പുറത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവകാശ ലംഘനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നവും വരുന്നില്ല. അദ്ദേഹം നിലമ്പൂരിൽ പത്രസമ്മേളനം നടത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. കേരള നിയമസഭയിലല്ല പറഞ്ഞത്. നിയമസഭയിൽ പറഞ്ഞതാണെങ്കിൽ അപകീർത്തി കേസെടുക്കാൻ കഴിയില്ലെന്ന് വിചാരിക്കാം. ഇദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് MLA എന്നുള്ള അവകാശമില്ല. പരസ്യമായി സംസ്ഥാന മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെയും മാഫിയ സംഘത്തെയും സഹായിക്കുന്നു എന്നുള്ള ആരോപണം PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു. എന്ത് നടപടിയാണുള്ളത്? ആരോപണം അപകീർത്തികരമാണെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് സർക്കാർ കേസെടുക്കുന്നില്ല? CPIM എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ഇതുപോലെ ഗതികേടിലായിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? PV അൻവർ ആരോപണവുമായി വന്ന ഘട്ടത്തിലെല്ലാം മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻവറിൻ്റെ എല്ലാ പത്രസമ്മേളനങ്ങളും അവരുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവ് കൊടുക്കുകയായിരുന്നു. നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു അൻവർ കള്ളക്കടത്തുകാരനാണെന്ന്. നോക്കൂ, കള്ളക്കടത്തുകാരനാണെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പേജ് ഒരാളുടെ പത്രസമ്മേളനം 2 പത്രസമ്മേളനം മുമ്പ് വരെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പേജിൽ ലൈവ് കൊടുക്കുകയായിരുന്നു. മാധ്യമങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ അൻവറിൻ്റെ പത്രസമ്മേളനം തത്സമയം സംപ്രേഷണം ചെയ്യുകയായിരുന്നു മലപ്പുറം ജില്ലാ കമ്മിറ്റി. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുന്ന അൻവർ കള്ളക്കടത്തുകാരനാണെന്ന്. അൻവർ കള്ളക്കടത്തുകാരനാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചു? എവിടെയാണ് അൻവറുമായിട്ട് നിങ്ങൾ പിരിഞ്ഞത്? എന്തെങ്കിലും ആശയപരമായ പ്രശ്നത്തിൻ്റെ പേരിലാണോ? CPMൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര യുദ്ധം, മുഖ്യമന്ത്രിയും PV അൻവറുമായി നടക്കുന്ന ആഭ്യന്തര യുദ്ധം ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടിൻ്റെ പേരിലാണോ? ഗോവിന്ദ മാഷ് അല്ല മാഷെ, ഇങ്ങനെ ഒരു പാർട്ടിയുണ്ടോ? ഇങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു ഗതികേടാണ് മാഷെ ഇത്. എന്തിനാണ് ഗോവിന്ദ മാഷ് ആ സ്ഥാനത്തിരിക്കുന്നത്? ആത്മാഭിമാനത്തിൻ്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ MV ഗോവിന്ദ മാഷ് രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകണം. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രമാത്രം അധപ്പതിക്കാൻ പാടുണ്ടോ? സ്വന്തം MLA എത്രമാത്രം ഗൗരവതരമായ ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നിലപാട് വേണ്ടേ പാർട്ടിക്ക്? DYFIയുടെ സൈബർ സഖാക്കളെല്ലാം ഈ 25,000-35,000 ലൈക്ക് ഓരോ വാർത്താ സമ്മേളനത്തിനും കിട്ടിയത് വെറുതെ കിട്ടിയതാണോ? DYFIക്കാരുടെ സൈബർ സംഘങ്ങളെല്ലാം ഈ അൻവറിൻ്റെ പിന്നിലായിരുന്നു ഇന്നലെ വരെ. അൻവർ പറഞ്ഞതെല്ലാം വേദവാക്യമായിട്ട് എടുത്ത് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു സഖാക്കൾ. ഇപ്പോഴും സഖാക്കൾ പറയുന്നത് ലാൽ സലാം അൻവർ ഞങ്ങൾ കൂടെയുണ്ട്, പക്ഷേ മുഖ്യമന്ത്രിയെ അധികം പറയരുതെന്നാണ്. മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണം. കാരണം ഗൗരവതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ആരോപണങ്ങളാണ്. വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങളാണ്.